നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ, പറപ്പൂക്കര, കൊടകര ഡിവിഷനുകളിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കിഴക്കേക്കോട്ടയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത നിലയിൽ. ഇരിങ്ങാലക്കുട പടിയൂരിൽ BJP സജീവ പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. BJPയിൽ നിന്നും 5ഓളം പേർ CPMൽ ചേർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് 91,560 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി KJ ഡിക്സൺ, CPM നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ്, NCP മണ്ഡലം പ്രസിഡന്റ് P വിജയൻ, KD അപ്പച്ചൻ, അമ്പിളി സോമൻ, അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ, പറപ്പൂക്കര, കൊടകര ഡിവിഷനുകളിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആമ്പല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല ജോർജ്, പറപ്പൂക്കര ഡിവിഷൻ സ്ഥാനാർത്ഥി അമ്പിളി വേണു, കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി KJ ഡിക്സൺ എന്നിവരാണ് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കിഴക്കേക്കോട്ടയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത നിലയിൽ. മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷൻ സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസാണ് അടിച്ചു തകർത്തത്. ബൈജു വർഗീസ് പോലീസിൽ പരാതി നൽകി. ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട പടിയൂരിൽ BJP സജീവ പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. BJPയിൽ നിന്നും 5ഓളം പേർ CPMൽ ചേർന്നു. BJP വിട്ട് എത്തിയവർക്ക് മന്ത്രി R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി അംഗം നിഷ രാഗേഷ്, സജീവ പ്രവർത്തകനായിരുന്ന മാമ്പ്ര സുരേഷ്, ഭാര്യ സൗമ്യ സുരേഷ്, മുൻ ബൂത്ത് സെക്രട്ടറി അടിപ്പറമ്പിൽ രാഗേഷ്, അടിപ്പറമ്പിൽ രാജൻ എന്നിവരാണ് BJP വിട്ട് CPMൽ ചേർന്നത്. പടിയൂർ പഞ്ചായത്ത് 7ാം വാർഡിൽ സൗമ്യ സുരേഷാണ് CPM സ്ഥാനാർത്ഥി. പാർട്ടി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ R ബിന്ദു പ്രവർത്തകരെ മാലയിട്ട് സ്വീകരിച്ചു. സ്വീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം CD സിജിത്ത്, പടിയൂർ ലോക്കൽ സെക്രട്ടറി TR ഭുവനേശ്വരൻ, എടത്തിരിഞ്ഞി ലോക്കൽ സെക്രട്ടറി ON അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒട്ടനവധി BJP പ്രവർത്തകരും നേതാക്കളും CPIMനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളത് ശുഭകരമായൊരു സൂചനയായിട്ട് ഞാൻ കരുതുകയാണ്. BJP എന്നുള്ള പ്രസ്ഥാനം വർഗീയവാദപരമായിട്ടുള്ള വിദ്വേഷവും വൈരാഗ്യവും പ്രസരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലാണ് വേരുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം വിദ്വേഷാത്മക രാഷ്ട്രീയത്തിൽ നിന്ന് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും. തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ 9, 11 തീയതികളിൽ അതാത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ഡിസംബർ 9 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഡിസംബർ 11 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് അവധി. അതോടൊപ്പം സംസ്ഥാനത്തെ ഫാക്ടറി, പ്ലാന്റേഷൻ, മറ്റ് ഇതര വിഭാഗം ജീവനക്കാർക്കും കൂടി പൊതു അവധി ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള സൗകര്യം നൽകുന്നതിന് തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ് സമയം.
ഏത് പാർട്ടിയിലോ ഏതു വാർഡിലോ ഉള്ള സ്ഥാനാർത്ഥികളാകട്ടെ എല്ലാവർക്കും സുരേഷിനെ വേണം. അത് വോട്ടിനല്ല, വോട്ട് തേടലിനാണ്. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചൂടേറി. സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് എറവക്കാട് സ്വദേശി കോവാത്ത് സുരേഷ്. ഒറ്റ നോട്ടത്തിൽ ഫ്ലക്സ് എന്ന് തോന്നിക്കാവുന്ന ക്ലോത്ത് പ്രിന്റിൽ മരത്തിൻ്റെ ഫ്രെയിമുകളിലാണ് ബോർഡുകൾ നിർമ്മിക്കുന്നത്. സഹായികളായി 6 പേരും ഭാര്യ മായയും ഒപ്പമുണ്ട്. തൃശിവ പബ്ലിസിറ്റി എന്ന പേരിൽ ആർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന സുരേഷ് നിരവധി സിനിമകളിൽ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് കുടമാറ്റത്തിൽ ഉപയോഗിക്കുന്ന കുടകളുടെ നിർമ്മാണത്തിലും സുരേഷിൻ്റെ കരവിരുതുകൾ പ്രകടമായിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷനുകളിൽ സ്റ്റാളുകൾ ഒരുക്കുന്നതും സുരേഷിൻ്റെ മേൽനോട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സുരേഷിന് തിരക്കാണ്. ഇതുവരെ 1000-ഓളം ബോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞു. നാടിൻ്റെ മുക്കിലും മൂലയിലും താൻ തയ്യാറാക്കിയ വിവിധ പാർട്ടികളുടെ വിവിധ സ്ഥാനാർത്ഥികളുടെ ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണെന്ന് സുരേഷ് പറയുന്നു. ജോലിയിൽ തനിക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇതൊരു വരുമാന കാലം കൂടിയാണെന്ന് സുരേഷ് പറയുന്നുണ്ട്. നവമാധ്യമങ്ങളും റീൽസുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വഴിയോരങ്ങളിലെ ശ്രദ്ധാകേന്ദ്രമാകാൻ സുരേഷിനെ ആശ്രയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്, രംഗത്തുണ്ട്. എല്ലാവർക്കും നമ്മളെ പരസ്യം എല്ലാവർക്കും വേണമല്ലോ. എല്ലാവരും ബോർഡുകൾക്ക് ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്. എല്ലാ കക്ഷികളും വരുന്നുണ്ട്. ഇടതുപക്ഷം വലതുപക്ഷം NDA എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ബോർഡ് വയ്ക്കുന്നുണ്ട്. ഒരേ വാർഡിൽ തന്നെ എല്ലാ കക്ഷികൾക്കും വേണ്ടി നമ്മൾ ബോർഡ് വയ്ക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും തൊഴിൽ ചെയ്യുന്നത് നമ്മളത് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മളെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഇനി ബിസിനസ് ന്യൂസ്. സാമ്പത്തിക മേഖലയിൽ 2 പതിറ്റാണ്ട് പിന്നിട്ട സമ്പുഷ്ട ഗ്രൂപ്പിന്റെ NBFC സ്ഥാപനമായ KFLന്റെ പുതിയ ശാഖ നന്ദിപുലത്ത് ഡ്രീംസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സാമ്പത്തിക മേഖലയിൽ 2 പതിറ്റാണ്ട് പിന്നിട്ട സമ്പുഷ്ട ഗ്രൂപ്പിന്റെ NBFC സ്ഥാപനമായ KFLന്റെ പുതിയ ശാഖ നന്ദിപുലത്ത് ഡ്രീംസ് ബിൽഡിംഗിൽ ആരംഭിച്ചു. സമ്പുഷ്ട ഗ്രൂപ്പിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനമായ ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നന്ദിപുലം ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് മഞ്ജു സുഭാഷ് നിർവഹിച്ചു. ഖന്ന ഫിൻലീസ് മാനേജിംഗ് ഡയറക്ടർ KO ജോൺസൺ അധ്യക്ഷനായി. ഡയറക്ടർ അഡ്വക്കേറ്റ് MS സജീവ പദ്ധതി അവതരണം നടത്തി. സമ്പുഷ്ട ഗ്രൂപ്പ് ചെയർമാൻ EG സന്തോഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ TB പ്രേമചന്ദ്രൻ, ഡയറക്ടർമാരായ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ്, PB സുധീർ, TP ആന്റണി, സമ്പുഷ്ട ഗ്രൂപ്പ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമ്പുഷ്ട ഗ്രൂപ്പിന്റെ കീഴിൽ 4 സ്ഥാപനങ്ങളാണുള്ളത്. ഗോൾഡ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, ഡെയിലി ലോൺ, വെഹിക്കിൾ ലോൺ, ബിസിനസ് ലോൺ എന്നിങ്ങനെ സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ് KFL ഗോൾഡ് ലോൺ നന്ദിപുലത്തും ആരംഭിച്ചിരിക്കുന്നത്. KFL ഗോൾഡ് ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോൾഡ് ലോൺ ഗ്രാമിന് ഏറ്റവും ഉയർന്ന മൂല്യം നൽകുന്നു. മാസത്തവണകളായി ഗോൾഡ് ലോൺ തുകയും പലിശയും തിരിച്ചടയ്ക്കാം. വേഗമേറിയ പ്രോസസ്സിംഗ്, കുറഞ്ഞതും ലളിതവുമായ ഡോക്യുമെന്റേഷൻ. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സുരക്ഷിതവും സുതാര്യവുമാകട്ടെ. സന്ദർശിക്കുക KFL ഗോൾഡ് ലോൺ ഡ്രീംസ് ബിൽഡിംഗ് നന്ദിപുലം. ഫോൺ നമ്പർ 8129054834. നമസ്കാരം. 2 പതിറ്റാണ്ടുകാലമായി ഗോൾഡ് ലോൺ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഖന്ന ഫൈനാൻസിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നന്ദിപുരത്ത് ഇന്ന് നടന്നിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കൂടുതൽ എമൗണ്ട് ഈ ഗോൾഡ് ലോണായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഖന്ന ഫൈനാൻസിലേക്ക് സമീപിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥാപനം ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഖന്ന ഫിൻലീസ് ഒരു സ്ഥാപനം ഞങ്ങൾ ഏകദേശം ഒരു 15 വർഷം മുൻപ് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പദ്ധതി അവതരണം ഒരുപാട് ചട്ടങ്ങളും ഈ ബാങ്കിങ് വ്യവസായ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം NBFC എന്നറിയപ്പെട്ടിരുന്ന കമ്പനികൾ ഇന്ത്യയിൽ
നിലനിൽക്കാൻ പറ്റാതെ പൂട്ടിപ്പോകുന്ന സാഹചര്യമാണ്. കാരണം അതിൻ്റെ അടിസ്ഥാന മൂലധനം വൻതോതിൽ വർദ്ധിപ്പിച്ചു, അതിൻ്റെ നിയന്ത്രണങ്ങൾ വളരെ കർശനമാക്കി. അപ്പോൾ പല കമ്പനികൾക്കും നമ്മുടെ നാട്ടിൽ നിലനിന്ന പല NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിൽ പ്രത്യേകിച്ച് റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം കമ്പനികളാണ് ഈ അമ്പല്ലൂർ പുതുക്കാട് മേഖലയിലുള്ളത്. അതിൻ്റെ ഒരു ഖന്ന ഫിൻലീസിൻ്റെ ഒരു ഭാഗമാകാനും ഒപ്പം തന്നെ ഇവിടെ ഈ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മലയോര പ്രദേശം ഒപ്പം തന്നെ 20ഓളം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഞങ്ങൾ സമ്പുഷ്ട ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ കമ്പനിയുടെ താങ്ങി നിർത്തുന്ന ഈ 4 പേർക്കും ഒറ്റയടിക്ക് ഇവിടെ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നു. ഇനി നടത്താനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും അവർക്ക് തരുന്നു. ആമ്പല്ലൂർ തുടങ്ങിയുള്ള ഗന്ന ഫില്ലീസ് ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോൾ അതിൽ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും വളരെയധികം പെട്ടെന്ന് വളർന്നു വികസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കണം നന്ദിപുരം. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഒരു അത്യാവശ്യം നല്ലൊരു കച്ചവടം തന്നെ എന്ന് പറയാം കിട്ടുന്ന, നമുക്കൊക്കെ വളരെയധികം അഭിമാനിക്കാനും സന്തോഷം പകരുന്നതുമായ ഒരു നിമിഷമാണ് ഇന്ന്. നമ്മുടെ 2ാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നുപോയത് എല്ലാവർക്കും അഭിമാനമായ നിമിഷമാണ്. നവംബറിൽ പുതിയ ബ്രാഞ്ചുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും ഗന്ന ഫില്ലീസിൻ്റെ ഓരോ ബ്രാഞ്ച് തുടങ്ങുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിച്ചത്. ഞാൻ ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ MD സംസാരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് 91,560 രൂപയും ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 11,445 രൂപയുമായി. ഒക്ടോബറിൽ അടിക്കടി വർദ്ധിച്ച സ്വർണ്ണവിലയിൽ മെല്ലെപ്പോക്കിനാണ് നവംബർ സാക്ഷ്യം വഹിക്കുന്നത്. നവംബർ 1-ന് പവന് 90,200 രൂപയായിരുന്നു. 5-ന് 89,080 രൂപ താഴ്ന്ന ശേഷം 13-ന് 94,320 രൂപയിലേക്ക് ഉയർന്നു. 1,280 രൂപയാണ് ചൊവ്വാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില കുറഞ്ഞത്. ഇതോടുകൂടി ഒരു പവന്റെ വില 90,680 രൂപയിലായിരുന്നു വ്യാപാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ദൃശ്യമാണ്. സ്വർണത്തിലെ കയറ്റിറക്കങ്ങൾക്ക് ഇപ്പോഴത്തെ കാരണം US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്ന സംശയമാണ്. ഫാസ്പാടിയും കൊടകര കണ്ണാശുപത്രിയും നവംബർ 30-ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടത്തുക. ത്രില്ലേഴ്സ് പത്തുകുളങ്ങരയുടെ ക്ലബ്ബ് പുനരാരംഭവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച നടക്കും. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലബ്ബ് അങ്കണത്തിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. KK രാമചന്ദ്രൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരം മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. റിപ്പോർട്ടിലേക്ക്. ഭക്ഷണം ഒഴിവാക്കി ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യകരമല്ല. പ്രത്യേകിച്ചും രാവിലെയുള്ള ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. കൃത്യമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ കലോറി കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് അതിജീവിക്കേണ്ടതായി വരുന്നു. അതിനാൽ തന്നെ കൊഴുപ്പില്ലാതാകുന്നതിന് പകരം അവ ശരീരത്തിൽ ശേഖരിക്കാൻ തുടങ്ങുന്നു. എല്ലാത്തരം ഭക്ഷണങ്ങളും ഷുഗർ ഫ്രീ അല്ല. കടകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെയും കൃത്രിമമായ പ്രിസർവേറ്റീവുകളും മറ്റു ചേരുവകളും അടങ്ങിയിട്ടുണ്ടാവും. ഒരിക്കൽ കഴിച്ചാൽ ഇത് വീണ്ടും കഴിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ കൂടുതലും പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കണം. ശരീരഭാരം കുറയ്ക്കുന്നതിൽ പ്രധാനമാണ് ഉറക്കം. ഉറക്കം ശരിയാകാതെ വരുമ്പോൾ ഹോർമോണുകളിൽ മാറ്റം വരുന്നു. ഇത് നിങ്ങളിൽ അമിതമായ വിശപ്പുണ്ടാവാനും കൂടുതൽ ഭക്ഷണം കഴിക്കാനും കാരണമാകുന്നു. കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാർഡിയോ ചെയ്യുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. റണ്ണിംഗ്, സ്വിമ്മിംഗ്, സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങളെല്ലാം കലോറി കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ അമിതമായി കാർഡിയോ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല. അതിനാൽ തന്നെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്.
കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന സമൃദ്ധി ടോപ്പ് അപ്പ് ലോൺ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ സംരംഭകരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ബിസിനസ് വികസനവും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ടേം ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായി ലഭിക്കും. ഗുണഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടാനുസരണം 3% അറ്റ വാർഷിക പലിശ നിരക്കിലോ അല്ലെങ്കിൽ 20% വരെ സബ്സിഡി രൂപത്തിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ പദ്ധതിയുടെ ആനുകൂല്യം തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശൂർ ജില്ലാ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 040023315556 അല്ലെങ്കിൽ 9400068508. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. കല്ലൂർ കൊല്ലക്കുന്ന് പന്തലുങ്ങാൻ കൊച്ചു ഭാര്യ ഉഷ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ, പറപ്പൂക്കര, കൊടകര ഡിവിഷനുകളിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കിഴക്കേക്കോട്ടയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത നിലയിൽ. ഇരിങ്ങാലക്കുട പടിയൂരിൽ BJP സജീവ പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. BJPയിൽ നിന്നും 5ഓളം പേർ CPMൽ ചേർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് 91,560 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന വാർത്താ സംഭവങ്ങളുടെ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.